തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തു. ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. പൂരം അലങ്കോലമായത് അറിയിച്ചത് BJP പ്രവർത്തകരാണെന്നാണ് സുരേഷ് ഗോപിയുടെ മൊഴി. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേർന്നു. ഷഫീദ്, മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത രീതിയിൽ ബാരിക്കേഡ് വെച്ച് കെട്ടി അടച്ച ആ സ്ഥലത്തൂടെ ബാരിക്കേഡ് മാറി സുരേഷ് ഗോപിയുടെ ആംബുലൻസ് കടന്നുപോയത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അന്ന് MP അല്ല, അദ്ദേഹം അന്ന് സ്ഥാനാർത്ഥി മാത്രമാണ്, തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചോദ്യങ്ങളുണ്ടായോ, മറുപടി ഉണ്ടായോ ഷഫീദ്? ഹഷ്മി, ഈ മൊഴിയെടുക്കലിന്റെ ഒരു സ്വഭാവം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അതീവ രഹസ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ഈ മൊഴിയെടുക്കൽ പൂർത്തിയാക്കിയത്. നമുക്കറിയാം, തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ ഉന്നതതല അന്വേഷണം അത് പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ADGP-മാർ ചേർന്ന സംഘമാണ് ഇതിന്റെ അന്വേഷണം നടത്തുന്നത്. ഇതിന് അവസാനഘട്ട റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി MP-യുടെ മൊഴി കൂടി ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യം, പൂരം അലങ്കോലമായത് അറിയിച്ചത് BJP പ്രവർത്തകരാണ്. ഇപ്പോൾ സുരേഷ് ഗോപി മൊഴി നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി തന്നെ ഉയർന്നു വന്ന എങ്ങനെ സുരേഷ് ഗോപി അവിടേക്ക് എത്തി, അവിടെ ഇടപെട്ട പ്രശ്നങ്ങൾ, ആ 2 കാര്യങ്ങളിൽ ഒരു പക്ഷേ സംശയങ്ങളുണ്ടെങ്കിൽ വീണ്ടും മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഈ അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾ പറയുന്നത്. ADGP H. വെങ്കടേഷ ഉടൻ റിപ്പോർട്ട് നൽകിയേക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഹഷ്മി, ഓക്കെ, തൃശൂർ പൂരം അലങ്കോലമാക്കിയ സംഭവത്തിലാണ് സുരേഷ് ഗോപിയുടെ മൊഴി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഷഫീദ്, അത് കുറേയധികം നാളുകളെ അന്വേഷിക്കുകയാണ് ഈ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട്. അത് PS സുനിൽകുമാർ അടക്കം ഈ പറഞ്ഞ അന്വേഷണം വൈകുന്നതിലുള്ള പരോക്ഷമായ അതിർത്തി തുറന്നു പറയുന്നു. അതിങ്ങനെ തുടർന്ന് വരികയാണ്. അതിങ്ങനെ നാളെ നീളെ എന്ന മട്ടിൽ ഇതിന് തുടർന്ന് വരുന്നുണ്ട്. അജിത് കുമാറിൻ്റെ പങ്കിനെക്കുറിച്ചൊക്കെയുള്ള മൊഴി, ഫോൺ എടുക്കാതെ ഉറങ്ങിപ്പോയതാണ് എന്നൊക്കെയുള്ള മൊഴി ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിൽ സുരേഷ് ഗോപിയുടെ മൊഴിയെടുക്കൽ നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ട ഒന്നാണോ ഷഫീദ്? ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സകല മനുഷ്യരുടെയും മൊഴിയെടുക്കണമെന്നുള്ളതായിരുന്നു ഈ അന്വേഷണ സംഘം നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമല്ല. സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ അന്വേഷണം ആദ്യഘട്ടത്തിൽ നടന്നത്. പിന്നീട് ADGP H. വെങ്കടേഷിലേക്ക് ആ ചുമതല മാറി. ഈ വിഷയത്തിൽ നമുക്കറിയാം, മന്ത്രിയായിട്ടുള്ള K. രാജൻ, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ വിവാദത്തിൽപ്പെട്ട ADGP MR അജിത് കുമാർ, അതേപോലെ തന്നെ മറ്റൊരു ഹൈ പ്രൊഫൈൽ ആയിരുന്നു സുരേഷ് ഗോപി. ഇവരുടെ 3 പേരുടെയും മൊഴിയെടുക്കാതെ ഇതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം. പ്രധാനമായും പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ എവിടെയാണ് തുടങ്ങിയത്, മാത്രവുമല്ല അവിടേക്ക് എത്തിയത് എങ്ങനെ, രാഷ്ട്രീയമായിട്ടുള്ള ചില വിഷയങ്ങൾ കൂടി ഈ വിഷയത്തിൽ അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളതും അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആവശ്യമെങ്കിൽ ഇനിയും വിശദമായ മൊഴി രേഖപ്പെടുത്താൻ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ രേഖപ്പെടുത്തുമെന്നാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്ന വിവരം. ഹഷ്മി, സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഷഫീദ്, അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ഗൗരവപരമായി തന്നെ മുന്നോട്ടേക്ക് പോകുന്നു. ഇപ്പോൾ നേരത്തെ CPI നേതാക്കൾ പ്രധാനമായി ഉന്നയിച്ച കാര്യം, അങ്ങോട്ടേക്ക് സുരേഷ് ഗോപിയെ ആംബുലൻസിൽ RSS നേതൃത്വം എത്തിച്ചു എന്നുള്ളതാണല്ലോ ആരോപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ വലിയ കൂറ്റൻ ബാരിക്കേഡ് കെട്ടി ഒരു വാഹനം പോലും, ഈച്ച പോലും കയറാത്ത രീതിയിൽ ബാരിക്കേഡ് കെട്ടുന്നു. അവിടെ ഒരു വാഹനത്തിൽ വരുന്നു. അപ്പോൾ അതിനുശേഷം ആംബുലൻസിലേക്ക് സുരേഷ് ഗോപി മാറിക്കയറുന്നു. ആ ആംബുലൻസിന് ബാരിക്കേഡുകൾ തുറന്നു കൊടുക്കപ്പെടുന്നു. കൃത്യമായി അങ്ങോട്ടേക്ക് എത്തുന്നു. തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് CPI അടക്കം ഇടതുപക്ഷം അവിടെ ഗൂഢാലോചന സംശയിക്കുന്നത്. അതിലേക്കൊക്കെ വെളിച്ചം വീശുന്ന ചോദ്യങ്ങൾ അതിലുണ്ടാകുമോ, അതോ ഒരു കേവലം മൊഴിയെടുപ്പ് എന്ന അർത്ഥത്തിലേ ഉള്ളോ ഈ മൊഴിയെടുക്കൽ? ഹാഷ്മി, ഏതെങ്കിലും തരത്തിൽ കേവലം മൊഴിയെടുപ്പായി നമുക്കതിനെ കാണാൻ കഴിയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഫൈലിലും നിൽക്കുന്ന ആളുകളുടെ മൊഴിയെടുക്കണമെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം നിശ്ചയിച്ചതാണ്. മാത്രമല്ല, ഇതിലെ CPI അടക്കം ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണം, തെരഞ്ഞെടുപ്പ് താല്പര്യങ്ങൾ മുൻകൂട്ടി കണ്ട് തൃശൂർ പൂരം അലങ്കോലമാക്കാനുള്ള നീക്കം നടത്തി എന്നുള്ളതാണ് മന്ത്രി K. രാജന്റെ അടക്കം അന്നത്തെ പൊളിറ്റിക്കൽ ആരോപണമായി ഉയർന്നു വന്ന കാര്യം. മാത്രവുമല്ല, ഈ വിഷയത്തിൽ മന്ത്രി K. രാജന്റേതായി പുറത്തു വന്നിരിക്കുന്ന മൊഴി, അത് അന്ന് എല്ലാൻഡോ ADGP ആയിരുന്ന MR അജിത് കുമാർ, അദ്ദേഹം വിളിച്ചിട്ട് ഫോൺ എടുത്തിരുന്നില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ മൗനമടക്കം അതിനകത്ത് പ്രശ്നമായി എന്നുള്ളതായിരുന്നു K. രാജൻ നൽകിയ മൊഴി. ആ മൊഴി ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ മന്ത്രി K. രാജന്റെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയുകയുമില്ല. അതേസമയം സുരേഷ് ഗോപി ആംബുലൻസിൽ അവിടേക്ക് എത്തിയത് കടുത്ത സുരക്ഷയുള്ളപ്പോൾ വലിയ തിരക്കുള്ള ഒരു സാഹചര്യത്തിൽ, സംഘർഷസമാനമായ സാഹചര്യത്തിൽ സുരേഷ് ഗോപി അവിടേക്ക് എത്തിയതിനെ കുറിച്ച് നേരത്തെ തന്നെ വിവാദം ഉയർന്നതാണ്. മാത്രമല്ല, സുരേഷ് ഗോപി എത്തിച്ചതാര്, സുരേഷ് ഗോപി എങ്ങനെ ഈ വിഷയം അറിഞ്ഞു എന്നൊക്കെയുള്ളതായിരുന്നു മൊഴിയെടുപ്പ് കൊണ്ട് ഉദ്ദേശിച്ച കാര്യം. ആ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി BJP പ്രവർത്തകർ പറഞ്ഞിട്ടാണ് തൃശൂർ പൂരം അലങ്കോലമായത് എന്ന് താൻ അറിഞ്ഞതെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും അക്കാര്യത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ വിശദമായ മൊഴിയെടുപ്പ് നടത്തും എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പൂരം കലക്കിയ സംഭവത്തിൽ അതിൻ്റെ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊക്കെ അപ്പുറം അന്വേഷണം എവിടെയും എത്താതെ ഇങ്ങനെ നിൽക്കുകയാണെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ എവിടെയൊക്കെയോ ഏതൊക്കെയോ കോണിൽ എങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങളൊക്കെ തുടരുന്നുണ്ട്.